ഹലോ, അപ്പോൾ ഇന്ന് തരാമെന്ന് പറയുന്നത് കൂണാണ് കേട്ടോ. ഈ മഴക്കാലത്തൊക്കെ അപൂർവമായി കിട്ടുന്നൊരു സംഭവമാണ് കൂണ്. എല്ലാവർക്കും കിട്ടത്തില്ല, നല്ല ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ വിഷയത്തിന് തിന്നു മാറി നമ്മൾ അത് വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. വേറൊരു ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് 2 വെല്ലുള്ളി, 2 തക്കാളി, 2 പച്ചമുളക് കൂട്ടിയിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വഴണ്ട് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ചിക്കൻ മസാലയും കൂടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. ഗരം മസാല ഉണ്ടെങ്കിൽ ഇടാതെ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇടാത്തതാണ് കേട്ടോ. അതൊക്കെ വഴണ്ട് വരുമ്പോൾ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു പിടി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പിൻ്റെ ഇല നല്ല വേണം, എന്നാലേ അതിൻ്റെ ഒരു സ്വാദ് കിട്ടുള്ളൂ. അതൊക്കെ ഇട്ട് നന്നായി വേവിച്ച് വാട്ടിയെടുത്തിട്ട് നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കൂണൂടെ ഇട്ട് കൊടുക്കുക. കൂണ് ഇട്ടിട്ട് കുറച്ചൊരു 5-10 മിനിറ്റ് വേവിക്കാൻ വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മളെ കൂണ് കറി റെഡിയായി. അതിൻ്റെ ലാസ്റ്റ് നമ്മളൊരു കുറച്ച് കറിവേപ്പിലയിൽ വെളുത്തുള്ളി കൂടെ ഇട്ട് നമ്മളെ കറി സെറ്റായി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.